3 നിലയുള്ള വീട് വയ്ക്കണമെന്ന് എൻ്റെ കർമ്മ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും വയ്ക്കും. ധനം വരും, ധനം വന്നുകൊണ്ടേയിരിക്കും, മഹാലക്ഷ്മി നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ഉത്തമമായ ചുറ്റിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോക്കി കന്നിമൂല കണ്ട് കുറ്റിയടിച്ച് ബാക്കിയുള്ള കോർണറുകളെല്ലാം ശ്രദ്ധിച്ച് കട്ടാകാത്ത രീതിയിൽ ഐശ്വര്യപ്രദമായ രീതിയിലുള്ള കണക്കുണ്ടാക്കി വീട് വെച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളോളം അവിടെ താമസിക്കുന്നുണ്ട്, ശുഭകരമായ എല്ലാം ഉണ്ടാകും. രാജേന്ദ്രബാബു സാർ, ഈ നമ്മളൊരു സ്ഥലം മേടിച്ച് അതിൽ വീട് വെക്കുന്നതിന് മുമ്പ് സ്ഥാനം കാണാറുണ്ട്. ഈ സ്ഥാനം കണ്ടിട്ട് തന്നെ വീട് വെക്കുന്നത് അത് തന്നെയാണോ വീട് വെക്കാൻ ഉചിതമായ ഒരു കാര്യം? സ്ഥാനം കാണുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചടങ്ങായിട്ട് മാറി. അതെ, ചടങ്ങല്ല ശരിക്കും. ശരിക്കും വസ്തു മേടിക്കുമ്പോൾ തന്നെ ആ വാസ്തു അതിലെ താമസിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു എനിക്ക് വിചിത്രമായിട്ട് തോന്നി. അതായത് നമ്മൾ വസ്തു മേടിച്ച് ഇതുപോലെ വീട് പണിയുന്നതിന് മുന്നേ ഒരു പശുവിനെ കൊണ്ട് അവിടെ ഒരു ദിവസം കെട്ടൂത്രേ. ആ പശു ആ ഒരു ദിവസം സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലം ഉത്തമമാണ് വീട് പണിയാൻ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പശുക്കൾ വാഴുന്ന സ്ഥലം, അതെ, ആ ഒരു അതിനകത്ത് ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആ പശുക്കൾ വാഴുന്ന സ്ഥലം ഉത്തമമാണ്. പശുക്കളെ കെട്ടിക്കൊണ്ട് മാത്രം പശുക്കളെ എല്ലാ പറമ്പിലും ഇപ്പൊ കെട്ടും. ആ വീടിൻ്റെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വീടിന് ആ സ്ഥലം ഒരു പരിഹാരവും ചെയ്യാതെ തന്നെ ഉത്തമമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് 100% ഉത്തമമാണ്. ഉത്തമമല്ലാത്തൊരു ഭൂമി നമ്മൾ വാങ്ങിച്ചാൽ അതിനെ ആദ്യം വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ചരിവ് കൊടുത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർത്തി എന്നിട്ട് വേണം വീട് പണി തുടങ്ങാൻ. സാധാരണ ആ സ്ഥലം എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട്. ചിലപ്പോൾ ജ്യോതിഷപരമായിട്ട് രാശി വെച്ച് നോക്കും, ഇവിടെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, ക്ഷേത്രങ്ങളുണ്ടായിരുന്നോ, വല്ല ബ്രാഹ്മണർ ഉപേക്ഷിച്ചു പോയ ഭൂമിയാണോ, ശ്മശാനാദി ക്രിയകൾ നടന്നിരുന്ന ഭൂമിയാണോ, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം ശ്മശാനാദി ക്രിയകളൊക്കെ ആണെങ്കിൽ നമ്മളത് ശുദ്ധി വരുത്താറുണ്ട്. ക്ഷേത്രങ്ങളുണ്ടായിരുന്ന ഭൂമിയാണെങ്കിൽ അത് നമ്മൾ ആവാഹിച്ച് പൂജിച്ച് ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് അതിൻ്റെ ചൈതന്യം ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് വേണം വീട് വയ്ക്കാൻ. പിന്നെ അവിടുത്തെ ജലസ്രോതസ്, ആ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ എല്ലാ സമയത്തും ജലം, നമുക്ക് ഏറ്റവും അത്യാവശ്യമായൊരു ഘടകമാണ് ജലം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ജലമാണ്. ഈ ജലത്തിന്റെ സ്രോതസ് ആ പറമ്പിൽ, ആ പുരയിടത്തിൽ ഉണ്ടെങ്കിൽ അതൊരു ഉത്തമ ഭൂമിയാണ്. ഇതുപോലെ തന്നെയാണ് പുല്ലെല്ലാം വളർന്നിട്ട് പശുവിനെ കെട്ടിയാൽ പശു നിന്ന് പുല്ല് തിന്നാൻ പറ്റിയ സ്ഥലം, അത് നല്ല ഭൂമി തന്നെയാണ്. പശു എന്ന് പറയുന്നത് നമ്മളൊരു ഗോമാതാവ്. അതിനെ കൊണ്ടുവന്ന് പണ്ട് നവധാന്യം നട്ട് പശുവിനെ കയറ്റി തീറ്റിക്കും. ആ ഒരു ചടങ്ങ് പണ്ടുണ്ടായിരുന്നു. അത് ശുദ്ധിയിൽപ്പെടുന്നൊരു കാര്യം. അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിചിത്രമായിട്ട് തോന്നി. ഞാൻ കേട്ടിട്ടില്ല. പശുവിനെ കെട്ടുക എന്ന് പറഞ്ഞാൽ ഉത്തമ ഭൂമിയാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അത് ചില സ്ഥലങ്ങളിലേക്ക് ഉള്ളൂ എന്ന് തോന്നുന്നു. അത് ശരിക്കും വടക്കോട്ട് പാലക്കാട് സൈഡിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പശുവിനെയൊക്കെ കെട്ടി നോക്കും. ഇപ്പൊ പിന്നെ പശുവൊക്കെ കുറവാണ് എല്ലായിടത്തും. പിന്നെ പശുവിനെ ആരെങ്കിലും കൊണ്ട് കെട്ടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു സംശയം വരും, കുഴപ്പമുണ്ടല്ലോ എന്ന്. അല്ല, നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പശുവിനെ കെട്ടി പരീക്ഷിക്കാം. പശുവിനെ കെട്ടി നോക്കുന്നത് നല്ല ഉത്തമമായൊരു തീരുമാനം തന്നെയാണ്. അങ്ങനെയുള്ളൊരു രീതി തന്നെയാണ് അല്ലേ? അങ്ങനെ വന്ന് ഇതെല്ലാം നോക്കിയിട്ട് ഈ വീടിന് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയെ അളന്ന് തിരിച്ച് ദീർഘചതുരമാക്കിയിട്ട്, സമചതുരമായ വീടുകൾ നമ്മൾ സാധാരണ സമചതുരമായ ഭൂമി ക്ഷേത്രങ്ങൾ കാണും, ദീർഘചതുരമാണ് സാധാരണ. അതുപോലെ ഭൂമിയുടെ ചെരിവുകൾ അതും ശ്രദ്ധിക്കാറുണ്ടല്ലോ. ചരിവ് നല്ലപോലെ ശ്രദ്ധിക്കും. അതായത് വടക്കോട്ട് കിഴക്കോട്ട് ചരിഞ്ഞു നിൽക്കുന്ന ഭൂമി ഉത്തമമായ ഭൂമിയാണ്. അവിടെ നീരൊഴുക്ക് കിഴക്കോട്ടുള്ള ഭൂമി ഉത്തമമാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്ന് തെക്ക് ഭാഗം പൊതുവെ പൊങ്ങി നിൽക്കുന്ന ഭൂമി വളരെ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഭൂമി മേടിച്ചിട്ട് നമ്മളത് മണ്ണിട്ട് അതിന് ലെവൽ ചെയ്തെടുക്കണം. അങ്ങനെ ആക്കി എടുത്താലാണ് ഉത്തമ ഭൂമി എന്ന് പറയുന്നത്. ആ ഉത്തമ ഭൂമിയിൽ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനം നോക്കി അളന്ന്, നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് റൂൾസും എല്ലാം നോക്കി, റോഡും അത് പരിധിയൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നോക്കി വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനം കണ്ടെത്തിയിട്ട് ഉത്തമമായൊരു ചുറ്റ്,
ആ ഉത്തമമായ ചുറ്റിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോക്കി കന്നിമൂല കണ്ട് കുറ്റിയടിച്ച്, കന്നിമൂല കുറ്റിയടിച്ചതിന് ശേഷം ബാക്കിയുള്ള കോർണറുകളെല്ലാം ശ്രദ്ധിച്ച് കട്ടാകാത്ത രീതിയിൽ ഐശ്വര്യപ്രദമായ രീതിയിലുള്ള കണക്കുണ്ടാക്കി വീട് വെച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളോളം അവിടെ താമസിക്കുന്നതുകൊണ്ട് ശുഭകരമായ എല്ലാം ഉണ്ടാകും. ലക്ഷപ്രഭുവായി അല്ലെങ്കിൽ കോടീശ്വരനായിട്ട് മാറാം. അതുപോലെ ഇപ്പൊ ഇതുപോലെ ഉത്തമമായ എല്ലാ കാര്യങ്ങളും എല്ലാ കണക്കുകളും കൃത്യമായി നോക്കി പണിത ഒരു വീട്, ആ വീട് നമ്മൾ എപ്പോഴെങ്കിലും അതൊന്ന് റീചാർജ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവാറുണ്ടോ? റീചാർജ് ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴെങ്കിലും ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ളവരുടെ എനർജി കുറയുന്നത് പോലെ തോന്നിയാൽ, അയാൾ കർമ്മദോഷം ഉണ്ടാക്കിയെടുത്താൽ, അയാളുടെ കർമ്മയിൽ ദോഷങ്ങൾ വരുത്തി വെച്ചാൽ ചിലപ്പോൾ ആ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ടാകാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ഇതാണ് കർമ്മദോഷം, കർമ്മം മെയിനായിട്ട് വരുന്നത്. ഇതിൽ അതല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ അവിടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകണം. ആ വീട്ടിൽ എല്ലാ ദിവസവും പ്രാർത്ഥന, നമ്മുടെ മെഡിറ്റേഷൻ, ധ്യാനം, യോഗ ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ്. നല്ല ചിന്തകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇതും വേണ്ട, ഒരു റീചാർജിന്റെ ആവശ്യമില്ല. അതല്ല എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളെ വീടുകളിൽ, ഹിന്ദു ഭവനങ്ങളിൽ ഗണപതി ഹോമം, ഭഗവതി സേവ അതുപോലുള്ള കാര്യങ്ങൾ, ക്രിസ്ത്യൻ ഭവനങ്ങളിലാണെങ്കിൽ അച്ഛനെ കൊണ്ടുവന്ന് വർഷത്തിലൊരിക്കലെങ്കിലും ഒരു പ്രാർത്ഥന, വർഷത്തിലൊരിക്കലെങ്കിലും, എല്ലാ മാസവും പറയാനില്ല, മാസത്തിലൊരിക്കലൊക്കെ നടത്താറുണ്ട്. വീട്ടുപ്രാർത്ഥന ഉണ്ട്. വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഈ ക്യാപ്സൂൾ രൂപത്തിലേക്കായി. മകൻ പുറത്തായി, ഭാര്യയ്ക്ക് ജോലി ആഴ്ചയിലൊരിക്കലേ വരുള്ളൂ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലേ വരുള്ളൂ, പുള്ളിക്കാരത്ത് തന്നെ ഇതെല്ലാം ചെയ്യണം. അങ്ങനെയുള്ള വീടുകളിലൊക്കെ ചിലപ്പോൾ പറ്റാണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ വരും. അപ്പം നമ്മൾ ഏറ്റവും നല്ലത് മിനിമം അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥന നല്ല രീതിയിൽ തനിയെ നടത്തുക. അതുകൊണ്ട് നമുക്ക് ഒത്തിരി മോട്ടിവേഷൻ, ഒത്തിരി നല്ലത്, ആ ഐശ്വര്യം വീടുകളിൽ വരുന്നുണ്ട്. അട്രാക്ട് ചെയ്യുന്നതും കൂടാണ്ട് നമ്മളെ സ്വന്തമായിട്ട് നമ്മുടെ മൈൻഡിൽ അത് ക്രിയേറ്റ് ചെയ്ത് വരും. ഒത്തിരി പ്രാർത്ഥന, എല്ലാ ജാതി മതക്കാരും പ്രാർത്ഥനകൾ. ഇപ്പം ഇതൊന്നും ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് സാർ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതെല്ലാം, അതായത് വാസ്തുവും ജ്യോതിഷവും വീട് വയ്ക്കലും ഇതെല്ലാം നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എനിക്കൊരു 3 നിലയുള്ള വീട് വയ്ക്കണമെന്ന് എൻ്റെ കർമ്മ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും വയ്ക്കും. ധനം വരും, ധനം വന്നുകൊണ്ടേയിരിക്കും. മഹാലക്ഷ്മി നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ആര് തടസ്സപ്പെടുത്തിയാലും അയ്യോ എൻ്റെ പണം അപ്പുറത്തൊരാൾ ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ എന്തോ ചെയ്തു, നമ്മുടെ മനസ്സിലത് കയറുന്നതുകൊണ്ടാണ്. ഇത് നമ്മളുടെ പ്രാർത്ഥനകൾ കൊണ്ട് ഇതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും, എല്ലാം തരണം ചെയ്ത് പോകാൻ പറ്റും. ഒരു കാരണവശാലും നമ്മൾ പുറകോട്ട് പോകാതെ മടിക്കാതെ വീട് ഐശ്വര്യപ്രദമായിട്ട് നമ്മൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ചെയ്യുക. വീടും പരിസരവും തുടച്ച് വൃത്തിയാക്കുക. മിനിമം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പൊടി എല്ലാം തുടച്ച്, ശരിക്കും പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ ഉപ്പുകല്ല് വെള്ളം ഒഴിച്ച് തുടയ്ക്കണം എന്നാണ് പറയണത്. അത് ഉപ്പ് ഭയങ്കര പോസിറ്റീവാണ്. അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിക്കുട്ടി വീട്ടിലുണ്ടാവും. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.